കെപിസിസി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. ബൂത്ത് കമ്മിറ്റികൾ അങ്ങനെയാണ് പുനഃസംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സംഗമത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ തിരക്ക് പിടിച്ച ദിവസങ്ങളായിട്ട് പോലും പ്രിയങ്കരനായ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അദ്ദേഹം ആ തിരക്കിനിടയിലും എറണാകുളത്ത് എത്തിച്ചേർന്നത്. അദ്ദേഹത്തിൻ്റെ പരിപാടികളുടെ ഒരു പൂർണ്ണ രൂപം ഇപ്പോൾ എനിക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് നിങ്ങളെ അറിയിക്കുക എന്താണ് പ്രധാനമായ ഒരു ദൗത്യമായിട്ട് ഞാൻ ഇന്ന് കാണുന്നത്. പ്രിയപ്പെട്ട രാഹുൽജി, 29-ാം തീയതി രാവിലെ 10:30 മണിക്ക് അദ്ദേഹം കൊച്ചി വിമാനത്താവളത്തിൽ എത്തിച്ചേരും. പിന്നീട് അവിടെ നിന്ന് അദ്ദേഹം വിമാനത്താവളത്തിൽ സ്വീകരണത്തിന് ശേഷം 11:30 മുതൽ 11:45 വരെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റായിരുന്ന പ്രിയപ്പെട്ട ഷാനവാസിൻ്റെ ഗൃഹം സന്ദർശിച്ച് അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ നേരിട്ട് അനുശോചനം രേഖപ്പെടുത്താൻ വേണ്ടി കുടുംബത്തോടൊപ്പം അദ്ദേഹം സമയം ചെലവഴിക്കുന്നതാണ്. അത് കഴിഞ്ഞ് 12:30 മുതൽ 1:30 വരെ UDFിൻ്റെ നേതാക്കന്മാരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നു. അത് കഴിഞ്ഞ് 13:15 അതുപോലെ 4:45 ഇടയിലുള്ള സമയം അദ്ദേഹം ഈ സംഗമത്തിൽ സംബന്ധിക്കാൻ പൂർണ്ണമായും മറൈൻ ഡ്രൈവിൽ കെട്ടിയുണ്ടാക്കിയിട്ടുള്ള ആ പന്തലിൽ അദ്ദേഹം എത്തിച്ചേരുന്നതാണ്. അത് കഴിഞ്ഞ് 5:45 അദ്ദേഹം കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങുന്നതാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ യാത്രാ പരിപാടി. ഈ ഒരു സംഗമം വിജയിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകന്മാരും കഴിഞ്ഞ കുറേ ആഴ്ചകളായി രാപ്പകൽ വ്യത്യാസമില്ലാതെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഫലപ്രാപ്തിയാണ് ഈ വരുന്ന 29-ാം തീയതി എറണാകുളം നഗരം ദർശിക്കാൻ പോകുന്നത്. എല്ലായിടത്തുനിന്നും പാർട്ടിയിലെ ബൂത്ത് പ്രസിഡന്റുമാരും ബൂത്ത് വൈസ് പ്രസിഡന്റുമാരായിട്ടുള്ള മഹിളകളും അവിടെ സംബന്ധിക്കും. നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അന്നത്തെ ഈ ചടങ്ങിൽ രാഹുൽജിയോടൊപ്പം തന്നെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമുന്നതനായ നേതാവ് ശ്രീമാൻ AK ആന്റണി അവർ, അദ്ദേഹം, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രമേശ് ചെന്നിത്തല, ബഹുമാനായ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീമാൻ KC വേണുഗോപാൽ, അതുപോലെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ മറ്റൊരു ജനറൽ സെക്രട്ടറി ശ്രീമാൻ ഉമ്മൻചാണ്ടി, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ കേരളത്തിൻ്റെ ചുമതലയുള്ള സെക്രട്ടറി ശ്രീമാൻ മുകുൾ വാസ്നിക്, PC ചാക്കോ എന്നിവർ ഈ ഒരു സംഗമത്തെ അഭിസംബോധന കൊണ്ട് സംസാരിക്കുന്നതാണ്. ഈ സന്ദർഭത്തിൽ ഞാൻ ശ്രീ KC വേണുഗോപാലിന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പുതിയ ചുമതലകൾ കൊടുത്തതിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്നു. അത്തരമൊരു തീരുമാനമെടുത്ത അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ശ്രീ രാഹുൽജിയോട് കേരളത്തിലെ കോൺഗ്രസുകാരുടെ നന്ദി അറിയിക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി 29-ന് കേരളത്തിലെത്തുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ കാര്യപരിപാടികൾ വിശദീകരിക്കുകയാണ് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. രാഹുൽ ഗാന്ധി കേരളത്തിലെത്തിയാൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. തത്സമയ സംപ്രേഷണമാണ് കണ്ടത്.